ഹലോ ഗൈസ്. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. ഇന്നിപ്പോൾ മക്കളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ബിരിയാണി പരിപാടിയാണ്. മക്കളൊക്കെ വെച്ച് ബിരിയാണി വെക്കാനൊന്നും അറിയില്ലേ. ഓല് വന്നപ്പോൾ ബിരിയാണി വെക്കുകയാണ്. എല്ലാവരും പാടെ ഉണ്ടായപ്പോൾ പെരുന്നാക്കൊന്നും വരാത്തവരും ഉണ്ട്, ഇപ്പോൾ വന്നവരും ഉണ്ട്. അപ്പോൾ ഇന്നൊരു ബിരിയാണി വെക്കാൻ വിചാരിച്ചാണ്. ഇത് ഉള്ളി തക്കാളി കരിയോ മക്കളെ കേട്ടാ പറയുന്നത്. ഉറക്കെ പറയും. ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. പിന്നെ ഇന്നിപ്പോൾ മക്കളൊക്കെ വന്നിക്കണേ. അപ്പം ഇന്നൊരു ബിരിയാണി പരിപാടിയാണ്. പെരുന്നാൾക്ക് വരാത്തവരും ഉണ്ട്, പെരുന്നാൾക്ക് വന്നവരും ഉണ്ട്. അപ്പം ഇന്ന് എല്ലാവരും ഒന്നിച്ച് വന്നിക്കണം. അപ്പോൾ ഇന്നൊരു ബിരിയാണി പരിപാടിയാണ്. ഉച്ച ബിരിയാണി വെക്കാനൊന്നും അറിയില്ല. എൻ്റെ മക്കൾ വരുമ്പോൾ വെക്കുന്നതാണ്. ഓർക്ക് ബിരിയാണി വെക്കാനൊക്കെ അറിയുള്ളൂ. അപ്പോൾ ഇന്നൊരു ബിരിയാണി ഉണ്ടാക്കട്ടെ. ഇങ്ങനെ കാണുമ്പോൾ വെറുതെ പറഞ്ഞപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഞാൻ നോക്ക്. എന്ന് ബിരിയാണിയാണ്? ആ, ബിരിയാണിയാണ്. എന്ത് ബിരിയാണിയാ? ചിക്കൻ ബിരിയാണി. നിങ്ങള് ബിരിയാണി ഒക്കെ വെക്കുക? ബിരിയാണിയൊക്കെ വെക്കും മക്കളെ, വെക്കുമ്പോൾ വെക്കുന്നുണ്ട്. പണ്ടുള്ള ആൾക്കാർക്ക് ബിരിയാണി വെക്കൊന്നും അറിയില്ലല്ലോ. ആ, അതല്ലേ ചോദിച്ചത്. നിങ്ങൾക്ക് ബിരിയാണി വെക്കാൻ അറിയാം? ഇപ്പോൾ പുതിയ ആൾക്കാർക്കല്ലല്ലോ വെക്കാൻ അറിയുള്ളൂ. പഴയ ആൾക്കാർക്ക് വെക്കണം ഒരു വെക്കുക. ചിക്കനൊക്കെ പോരെ വാങ്ങി? ചിക്കനൊക്കെ ഞാൻ മകളെ കൊണ്ട് കൊണ്ടുവച്ചു. എന്നാ ഞങ്ങളെ കൊണ്ട് ചോറ് വയ്ക്കാൻ നിൽക്കാന്ന്. ആ, ആയിക്കോട്ടെ മക്കളെ, വന്നോളി. സന്തോഷത്തോടെ ഉള്ളി അരിയാണ്. തക്കാളി കരിയാണേ. മരുന്നൊക്കെ അരിഞ്ഞുണ്ടാക്കണം മക്കളെ. മരുന്നോ? മല്ലിച്ചപ്പും പൊതിനൊക്കെ സേവൊക്കെ ഉണ്ടാവും. വ്യവസായ ആൾക്കാർ, അതുകൊണ്ട് നമ്മൾ ശ്രമിക്കണം. മസാലയും കുരുമുളകും പൊടിയും എല്ലാം ഉണ്ട്. ആ, കൊടുക്കാൻ പാത്രം കഴിക്കാനും മക്കളെ ബിരിയാണി ദമ്മിടാ. എന്തൊക്കെ പെട്ട്? മഞ്ഞളും ഗരം മസാല, മഞ്ഞൾ മാത്രം. മഞ്ഞപ്പൊടി ഇട്ടടിക്കിയത്. എല്ലാവരും വന്നപ്പോഴുള്ള സ്പെഷ്യൽ ബിരിയാണിയാ. അടിച്ചോക്കടി. ഈ വലിച്ചപ്പ് കളയുന്നത് തക്കാളി സംഭാരം ഉണ്ടാക്കാനുണ്ട്. മക്കളെ അടുക്കള കോലം കണ്ടോളെ. അടുക്കളൊന്നുമില്ല മക്കളെ, പൈസ വേണ്ടേ. പാവപ്പെട്ട ആൾക്കാരാവുന്ന അരി വെച്ച് നോക്കിക്കൂടി. ഗൈസ്, തക്കാളി ഇട്ട് കൊടുത്തിട്ടോ ഗൈസ്. വാവ്. ഒരു വിധ ഓൽമെന്റും തേച്ച് വേദന മാറൂലല്ലോ. ഈ ഓൽമെന്റും തേച്ചാണ്ടല്ലോ പിറ്റേക്ക് വേദന മാറും. ഓട്ടോറിക്ഷയിൽ നിന്നിട്ടേ കാറില്ല. അച്ഛൻ മഞ്ചേരി അല്ലെ ഇവിടുന്ന് കൊണ്ടിരിപ്പിച്ചണം. റിസ്ക് തള്ളലല്ല. അപ്പൊ അതിന് റെസ്റ്റേ മാറുള്ളൂ. മലർന്ന് കിടക്കണം എന്നെ തെച്ചിട്ടേ. അതിൽ തന്നെ അടക്കല്ലേ കട്ടിന് കറക്കിയൊക്കെ എടുത്തിട്ട് കട്ടിന് മരുന്ന് കറക്കി. ആ ഓൽമെന്റ് വേദന എന്തോരം പെട്ടെന്ന് മാറിയോ. ഞാനങ്ങനെ വേദന ഏത്
അതേ പിടിക്കണ്ട വെച്ചാൽ കുറച്ച് കഴിച്ചോ വെള്ളമാണേ എന്താ വെള്ളം ഇറങ്ങാത്ത വേണ്ട ചെറിയ തീയില് മൂടിയ ചതി തീ കത്തിക്കല്ലേ